A woman in the street? Just call it a blessing and you're good. Grab some color and spread it all over someone's body. As a woman, it is scary as hell, but no one talks about it. They just show the fun part. അതിനല്ലേ നോം ഇവിടെ ഇരിക്കുന്നു. നോം പറഞ്ഞുകൊള്ളാം. ഈ മറ്റേടത്തെ പരിപാടി ഒന്നും ചോദ്യം ചെയ്യാം ഈ ഹിന്ദി വാണങ്ങളൊന്നും വരില്ല. കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് കോളി. എന്ത് കോളി? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് കയറി പിടിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കുറെ നാറികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെൽക്കം ബാക്ക്. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ടു റിയാക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, സോ ടൈറ്റില് ഹോളി ആഘോഷം അതിര് കടന്നു, പള്ളിയിൽ പോയ പയ്യനെ തീർത്തു. ഇതാണോ ഹിന്ദു ആഘോഷം? ദി നോർത്ത് ഇന്ത്യൻ സ്റ്റോറി. സോ ഇതാണ് ടൈറ്റില്. പള്ളിയിൽ പോയ പയ്യനെ തീർത്തു എന്നൊക്കെയാണ് ടൈറ്റില്. സോ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഹോളി സമയത്ത്, കളർ പൊടിയിട്ട് എന്തായാലും നമുക്ക് കണ്ടുപോകാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. കേരളത്തിൽ എന്തായാലും അത്രത്തോളൊന്നും ഇല്ല. പക്ഷെ കേരളത്തിൽ കോളേജുകളിൽ ഈ ഹോളി നടത്തുന്നതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിലതൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത്ര ഓവറൊന്നുമില്ല അല്ലെ? അതെ, എന്നാ ഓവറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവറായിട്ട് കേരളത്തിലും വന്നു, ഇന്ത്യയിലാണെന്നുള്ളൂ. നോർത്ത് ഇന്ത്യയിലാണല്ലോ കാര്യമായിട്ട് ഈ പണ്ടാറടങ്ങിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ എന്തും ആവട്ടെ, അത് ആർക്കും ആഘോഷിക്കുക ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനിടയിൽ സ്ത്രീകളെ കയറി പിടിക്കുക, സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കയറി പിടിക്കുക, എന്തൊക്കെ വൃത്തിയുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അറിയോ? അത് കൂടാതെ തന്നെ ഡൽഹിയിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ടുണ്ട്. നമ്മളൊക്കെ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. എന്നാൽ അതേ ഹോളി ആഘോഷം തന്നെയാണ് ഡൽഹിയിൽ ഒരു യുവാവിന്റെ ജീവൻ എടുത്തത്. കൊലപാതകത്തിൽ അറസ്റ്റിലായതാകട്ടെ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 5 പേരാണ്. അതുകൂടാതെ ചെറിയ ഒരു കുഞ്ഞിനെ തന്റെ മുത്തശ്ശി ശരീരത്തിലൂടെ ചൂടുവെള്ളം ഒഴിച്ചു. അതായത് ആ സ്ത്രീയുടെ ദേഹത്തേക്ക് കളറാക്കാൻ വന്നതിനാ ചൂടുവെള്ളം ഒഴിച്ച കുട്ടി ദേഹമാസമകലം പൊള്ളിയിട്ട് ആശുപത്രി കിടക്കുക എന്നുള്ളതാണ്. ഓഹോ, ഇവരാണ് നമ്മളെ കേരള സ്റ്റോറിനെ പോലെത്താൻ വന്നിട്ടുള്ളത്. എടാ മണകൊണാഞ്ചന്മാരെ, നിങ്ങളെ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി കാണിക്കാൻ നിന്നാൽ തന്നെ ഒരു കൊല്ലം വീഡിയോ ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഒരു കൊല്ലം മുസൽമാനെ പിടിച്ചു വെച്ചിട്ട് ഒരു വീഡിയോ കാണിച്ചാ മുസ്ലിംസിന്റെ അടുത്തേക്ക് വരുന്നു, എന്നിട്ട് ഹോളി ആഘോഷിക്കാൻ പറയുന്നു. ചെയ്യില്ല എന്ന് പറയുമ്പോ ജയ് ശ്രീരാം വിളിപ്പിക്കുന്നു, ശരീരത്തിലേക്ക് കളറ് വാരിത്തേക്കുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോകുന്ന ഒരു കൂട്ടം മുസൽമാന്റെ ശരീരത്തിലേക്കാണ് ഈ ഹോളി പൗഡർ ഇട്ടിട്ട് അവരെ പള്ളി പോറ്റ രീതിയിലാക്കിയിട്ട് അവരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചിട്ടുള്ളത്. തീർന്നില്ല, കാണിച്ചു തരാം. ഇനി ഡയറക്റ്റ് ആയിട്ട് കുറച്ച് എന്തൊക്കെയാണല്ലേ ഈ ഇന്ത്യയിൽ നടക്കുന്നത് സാധനങ്ങൾ കാണിച്ചു തരാം. पुराना मानो होली का ये मतलब है इंडिया में लड़कियों को जहां तहां छुओ, उनके प्राइवेट पार्ट्स पे रंग लगाओ, और इस पे किसी भी रक्षा दल या बजरंग दल को कोई दिक्कत नहीं होती. इसके लिए उनके पास कोई कैंपेन नहीं होता. फराह खान ने बिल्कुल सही कहा था. മലവാണങ്ങള് ഒരു അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്തവന്മാരാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ കയറി പിടിക്കുന്നത്. और इन पे अगर आवाज उठा दो तो एंटी नेशनल या एंटी हिंदू बोल दिया जाता है. तो लड़कियां अगर बाहर जा रही हो तो कलर के साथ इस बार पेपर स्प्रे भी जरूर खरीदना, और जो भी ऐसी हरकत करे बेझिझक उस पे लगाना. क्योंकि അങ്ങനെയല്ല പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പെൺകുട്ടികളും, നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര പോകുന്ന എല്ലാ പെൺകുട്ടികളും കയ്യിൽ പെപ്പർ സ്പ്രേ കൊണ്ടു നടക്കണം എന്നാണ് പറയേണ്ടത്. ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ ആന്റി ഹിന്ദു ആക്കി മാറ്റുന്ന പറയുന്നത്, ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നവരാക്കി മാറ്റുന്ന പറയുന്നത്. സത്യസന്ധമായ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം തൊട്ട് തീണ്ടിയിട്ടില്ല ഈ നാറികൾക്കൊന്നും. അതെ, ചാണകത്തിന് പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ? എടോ ആരാണ് എന്താണെന്ന് അറിയില്ല, അത് കേറി പിടിക്കുക. അടുത്ത വീഡിയോ കാണിച്ചു തരാം, കാണി. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാതിരിക്കേണ്ടത്? होली दुनिया भर में फेमस है. लोग कहते हैं कि इसके रंगों में प्यार छुपा होता है, पर सच ये भी है कि कुछ बेशरम लोग इस त्योहार को अपनी घटिया सोच छुपाने का कवर बना लेते हैं. गली में खड़े होकर लड़कियों को रंग लगाने के बहाने हाथ वहां तक ले जाते हैं जहां तक इनकी औकात तक नहीं होती, और एक लाइन बोलकर निकल जाते हैं कि बुरा ना मानो होली है. उनके लिए ये बस एक मोमेंट का मजा होता है, पर जिस लड़की के साथ ये എടാ അവർക്ക് മാത്രം ആഘോഷിച്ചാ പോരെ, ബാക്കി വേണ്ടാത്തവരെ എന്തിനാണ് ചുമ്മാ ആഘോഷിപ്പിക്കുന്നത്? होता है उसकी लाइफ टाइम के लिए एक बुरी मेमोरी ആഘോഷം മാത്രമല്ല, പിടിയും കേറിപ്പിടിയും ഉണ്ട്. बन के रह जाता है. होली रंगों का त्योहार है, इसे हरेसमेंट का त्योहार मत बनाओ. എന്തിനാണ് ഈ ഹോളി ആഘോഷിക്കുന്നതെന്ന് ആ പണ്ടന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ്. വഴിയിലൂടെ പോകുന്ന സ്ത്രീകൾ, അവന്റെ അമ്മയുടെ പ്രായമുള്ളൂ, അവരുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? പ്രൈവറ്റ് പാർട്ടിലേക്കാണ്ട് ഒഴിക്കുക, എന്നിട്ട് അത് കൊട്ടിഘോഷിക്കുക. എടോ, ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുള്ളതും പിച്ചു ചീന്തപ്പെട്ടുള്ളതും കൊലപാതകം ചെയ്യപ്പെട്ടുള്ളതും നോർത്ത് ഇന്ത്യയിലാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ടാണ് കേരളത്തിന് ഒലത്താൻ വന്നിട്ടുള്ളത് കേരള സ്റ്റോറി. ദി നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് ഒരു സിനിമ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ
അവന്മാര് മുമ്പിൽ പോകത്തേ ഉള്ളൂ. എന്റെ പൊന്നു മക്കളെ, അത് എപ്പിസോഡായി പാർട്ട് അവൻ അത് 100% ഉറപ്പാണ്. കാരണം നോർത്ത് ഇന്ത്യയിലോട്ട് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇഷ്ടം പോലെ ിനെയും തള്ളി കയറി പോവും. അമ്മാതിരി ഉണ്ട്, അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവര് കേരളത്തിനട്ടോ ഒലത്തുന്ന്. അടുത്തത് കാണും നിങ്ങള്. വഴിയിലൂടെ പോകുന്ന പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് ടച്ച് ചെയ്യുക, മൃഗങ്ങളെ ആകാശത്തേക്ക് വലിച്ചെറിയുക. ഗോമാത, അവന്റെ എല്ലാവരുടെ ഗോമാതേവനെ മദ്യം കുടിപ്പിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടുന്നില്ല, കാരണം അവരെന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന് വന്ന, ജപ്പാനിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ മിസ്സായി പോയി. ഇൻസ്റ്റാഗ്രാമിൽ കടന്നിരുന്നത് അത് ഡിലീറ്റ് ആയി പോയി തോന്നുന്നു, അല്ലെങ്കിൽ ഗ്രാഫിക് കണ്ടന്റ് എന്തോന്ന് പറഞ്ഞിട്ട് അത് ഒഴിവായി പോയി. ആ വീഡിയോയില് ആ പെൺകുട്ടിയെ ശരീരത്തിൽ കയറി പിടിക്കുന്നു. എവിടെയൊക്കെയാ കയറി പിടിക്കുന്ന അറിയോ? ശരീര ടീഷർട്ട് തുറന്ന് അതിന്റെ ഉള്ളിലൂടെ ഹോളി പൗഡർ എറിയുന്നു. ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഹോളിയുടെ പേരും പറഞ്ഞ് പേക്കൂത്ത് നടത്തുകയാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസത്തിന്റെ കുറവ് എത്രത്തോളം ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഒരു പെൺകുട്ടി വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കേൾക്കണം. This is the reality of attending Braj ki Holi as a woman. UP में होली खेलना एक सपना है, but if you are a woman attending this festival, you should know that your experience will be drastically different from that of a boys. यहाँ बुरा न मानो होली है कह के आपके साथ कई लोग मिसबिहेव करेंगे और बिना परमिशन आपको बहुत करीब से रंग लगाएंगे. कृष्ण भगवान भी तो गोपियों को छेड़ते थे के नाम पे छोटे बच्चों से लेकर बड़ों सब पिचकारी, पानी और रंग को आपके एस और प्राइवेट पार्ट्स पे एम करेंगे. What's shocking is that our guy friends remained untouched by color and water for hours. होली खेलने ही तो आए हैं ना, तो लड़कियों पे डाल रहे क्या दिक्कत? अरे तो हमें भी डालो. Whereas we girls would be drenched within seconds of coming out on the streets. इसलिए as a woman attending this festival, ये precautions लेना बहुत जरूरी है. Do not travel solo. Be in a group and make sure this group has boys. Cover yourself up completely. दुपट्टा, जैकेट, सनग्लासेस, बालों पे कपड़ा सब करना जरूरी है. Dress like a boy. किसी भी अनजान इंसान से ठंडाई, प्रसाद या खाना मत लेना. बहुत ज्यादा क्राउड या बहुत ज्यादा सुनसान जगहों पे अकेले मत जाना. Try staying in moderate crowds and sitting on terraces for a better view and safety. Carry a selfie stick and pepper spray for protection. Despite the unholy behavior against women, I would not say कि यहाँ बिल्कुल मत जाओ, because why should women always be deprived of experiences because of others' behavior? But take precautions, be careful, be safe, and know that Krishna is with you. I felt his energy protecting me throughout the trip, and I hope you do too. രാധേ രാധേ, കൊള്ളാം. സ്ട്രീറ്റിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കരുത്, പണി കിട്ടും. ഫുള്ളും പൊടി. അതുകൂടാതെ തന്നെ ആണിനെ പോലെ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പെണ്ണാണെന്ന് കണ്ടാൽ അവരെവിടൊക്കെ കയറി പിടിക്കുന്ന ഒരു പിടിയുമില്ല, ബുദ്ധി വിവരം വിവേകവും ഇല്ലാത്ത ഒരു കൂട്ടം നാറികളാണ് യു പിയിലെന്നാണ് ചാച്ചി പറയുന്നത്. എന്തിനാണ് നിങ്ങൾ അവിടെ പോയിട്ട് ഇത് ആഘോഷിക്കുന്നതാണ് എന്റെ ചോദ്യം കേട്ടോ. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഹോളി ദിവസങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെപ്പർ സ്പ്രേ കൈ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. വേറെ വല്ലതും കരുതണ്ടേ, വല്ല ഗണ്ണ് എന്തെങ്കിലുമൊക്കെ, അല്ല എയർ ഗണ്ണെങ്കിലും പണി കിട്ടും. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് ഒരുത്തം കയറി ചെറുതൊരു കുട്ടിയെ വലിച്ച് പൊന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പിടിച്ചു വെച്ച് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസം പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. കാരണം അതേ വഴിയിലൂടെ തന്നെയാണ് അവർക്ക് പോവേണ്ടതായിട്ടുള്ളത്. അത്രക്ക് സെക്യൂർ ആണ് നോർത്ത് ഇന്ത്യ. എന്നിട്ടാണ് കേരള സ്റ്റോറി ഒലത്താൻ വന്നിരിക്കുന്നത്. സ്വന്തം നാട് നേരാക്കാൻ നോക്കണം മണകോണാഞ്ചന്മാർ ആദ്യം, എന്നിട്ട് വാ കേരളത്തിലോട്ട്. കേരളത്തിൽ ഒരു കുഴപ്പമില്ല. കേരളത്തിൽ ഹോളി ആഘോഷിക്കുന്നുണ്ട്. ഇത് എന്ത് ഉണ്ടൊക്കെയാണ് ഇവർ ആഘോഷിക്കുന്നതിന് പിടുത്തില്ല. കുറെ കളറ് വാരി എറിയുന്നത്, എത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന വിഷയമാണെന്ന് അറിയോ. അതേപോലെ തന്നെയാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോഴും പിന്നെ ആ വാണം കത്തിച്ച് വിടുമ്പോഴൊക്കെ ഉള്ളത്. ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ സർക്കാരുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇവിടെ ഹോളി ആഘോഷിക്ക് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പരിചയമില്ലാത്ത സ്ത്രീകളുടെ നേരെയൊക്കെയാണ് ഈ അതിക്രമങ്ങൾ കാഴ്ച കൂട്ടുന്നത്. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. വീണ്ടും വരാൻ കേട്ടോ. അയ്യോ കഴിഞ്ഞോ? എന്തായാലും ഹോളിയെ കുറിച്ചാണ് പറഞ്ഞത്. ഹോളിയെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വീഡിയോ കണ്ടപ്പോഴാണ് എന്തൊക്കെ അപരാധങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് കണ്ടത്. സോ ഈ വീഡിയോ വന്നത് മാത്രം, ഈ വീഡിയോ വരാത്ത ഒരുപാട് എന്തെല്ലാം അപരാധവും കയറിപ്പിടിയും നടക്കുന്നുണ്ടാവും നോർത്ത് ഇന്ത്യയിൽ. കേരളത്തിൽ എന്തായാലും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അതും ഹോളി ആയതുകൊണ്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. സോ എന്തായാലും ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കേണ്ടവർ ഡിസ്ലൈക്ക് അടിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക. ഓക്കെ, ഇതിലും മികച്ച നല്ലൊരു വീഡിയോയുമായി അടുത്ത് വരുന്നത് വരേക്കും
ബൈ ബൈ.